ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് മിക്സാണ്. അതായത് ഈ ഹോർലിക്സ്, ബോൺവിറ്റ അതൊക്കെ പോലെ പാലിലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് മിക്സ്. അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ലോട്ടസ് സീഡ് 1 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മഖാന എന്നും പറയുവേ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ്, പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാനായിട്ട്. അത് 1 കപ്പ്. ഇത് നമ്മളിനി 1/4 കപ്പാണ് എടുക്കുന്നത്. 1/4 കപ്പ് ബദാം, 1/4 കപ്പ് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ 1/4 കപ്പ് വാൾനട്ട്, പിന്നെ നമ്മുടെ പിസ്താഷ്യോ ഇല്ല, അതും കൂടെ ഉണ്ട് 1/4 കപ്പ്. ഇത്രയും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു കടലയുണ്ടല്ലോ, കടലപ്പരിപ്പ്, അതും ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതിയാവും, കാരണം അത് ഫ്രൈ ചെയ്താണ് മേടിച്ചത്. ഇത് നമ്മുടെ നിലക്കടലയുണ്ടല്ലോ, അതും നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അതിനുശേഷം നമ്മുടെ പംകിൻ സീഡാണ്, അത് 1 ടേബിൾ സ്പൂൺ മതിയാവും. പംകിൻ സീഡും നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഫ്ലാക്സ് സീഡ്, ഇത് പെട്ടെന്ന് ഇതാവും കേട്ടോ. ഞാൻ ഇത് നമ്മുടെ പാൻ ചൂടായതുകൊണ്ട് അതിങ്ങനെ പൊട്ടി തെറിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴേ നമുക്ക് മാറ്റാവേ. അതിനുശേഷം നമുക്ക് എള്ളുണ്ടല്ലോ, വെളുത്ത എള്ള് വേണം, വെളുത്ത എള്ള് തന്നെ വേണം. മറ്റേ എള്ളാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ ആകെ മാറിപ്പോവും, അതുകൊണ്ട് വെളുത്ത എള്ള് തന്നെ വേണം. അപ്പോൾ ഇത് നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ആറണം. ആറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അടിച്ചെടുക്കുകയല്ല, നമ്മളത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പൾസ് എന്നുള്ള ആ സ്വിച്ച് ഉണ്ടല്ലോ, അതിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ഒറ്റയടിക്ക് അരച്ചെടുക്കരുത്, കാരണം മിക്സിയുടെ ജാറ് ചൂടാകാതെ നോക്കണം. അപ്പം ആ പൾസിൻ്റെ ഇത് വെച്ച് ചെറുതായിട്ട് ഇതാക്കിയെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവേ. ഇത് 2-3 ട്രിപ്പായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ അത് ഒത്തിരി അരച്ചെടുത്താൽ അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ അതിൽ നിന്ന് ഇറങ്ങുവേ. അപ്പോൾ ഞാനത് 2-3 ട്രിപ്പായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് ഷുഗർ വേണേലും ഉപയോഗിക്കാം, കൽക്കണ്ടം വേണേലും ഉപയോഗിക്കാം. അതിനകത്തോട്ട് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഞാൻ മുഴുവനായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ വലിയ ജാർ എടുത്തിട്ട് ആദ്യം ആ ഷുഗർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. കുറേശ്ശെ ഇട്ടിട്ട് അവസാനം മുഴുവനായിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുവേ. ഇതൊക്കെ കുട്ടികൾ കുടിക്കുമെന്ന് നമുക്കൊരു പേടി കാണും, പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ ഇതൊന്നും കൂടെ അരിച്ചെടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കൊക്കോ പൗഡർ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹോട്ട് ചോക്ലേറ്റോ ഇട്ട് കൊടുക്കാവേ. ജസ്റ്റ് കുട്ടികളുടെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. അതില്ലേലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ മാത്രം നമുക്കത് കൊക്കോ പൗഡറോ ഹോട്ട് ചോക്ലേറ്റോ മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാനത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അരിച്ചെടുത്തിട്ട് ബാക്കി വന്ന മിക്സ് നമുക്കൊന്നും കൂടെ വേണം അരച്ചെടുക്കാവേ. ഞാൻ അരിക്കാനായിട്ടൊന്നും നിന്നില്ല. ഞാൻ കുറച്ച് ഒന്ന് അരിച്ച് നോക്കിയപ്പോഴത്തേനും നമ്മളത് ആ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല നമ്മുടെ ചോക്ലേറ്റ് ഹോർലിക്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുഴുവനായിട്ട് ഞാൻ അരിക്കാനൊന്നും നിന്നില്ല. ഞാൻ അതിൽ നിന്ന് തന്നെ ഓരോ സ്പൂൺ എടുത്ത് 2 ഗ്ലാസ്സുകളിലിട്ടിട്ട് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ 2 പേർക്കൊന്ന് കൊടുക്കാൻ പോവാണ് കേട്ടോ. മീനിന് കൊടുത്തപ്പോൾ മീനു കുടിച്ചായിരുന്നു, മീനിന് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി ചെറുതുങ്ങൾക്ക് 2 എണ്ണം ഒന്ന് കൊടുത്തു നോക്കട്ടെ. അതുങ്ങളെ കുടിപ്പിക്കാനാണ് പാട്. അതുങ്ങൾക്ക് പാല് മാത്രമായിട്ട് കുടിക്കുന്നതാണ് കൂടുതലിഷ്ടം. ഇത് കണ്ടോ, കൊടുത്തപ്പോഴത്തേന് ഇഷ്ടപ്പെട്ട് ചെറിയ തരിയൊക്കെ കിടപ്പുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അതുങ്ങൾ കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. മറ്റേ കെമിക്കലൊന്നും ചേർത്ത് പൊടികളൊന്നും പിള്ളേർക്ക് കൊടുക്കണ്ടല്ലോ. ഇതാകുമ്പോൾ വീട്ടിൽ തന്നെ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് വേറൊരു കപ്പിലോട്ട് അരിച്ച് നന്നായിട്ടും വേണേൽ കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പകുതിയും പോകുമല്ലോ എന്നോർത്താണ് ഞാൻ ഇതുപോലെ കൊടുത്തത്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്നും കൂടെ ഒന്ന് പാലിനകത്തിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുമ്പം അതൊന്നും കൂടെ നല്ല പൊടിഞ്ഞ് കിട്ടുമല്ലോ. പൊടിക്കുന്ന സമയത്ത് നമുക്ക് വേണേൽ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാവേ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നന്നായിട്ട് പൊടിച്ചാൽ അതിനകത്തുനിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരുമോ എന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ അത്ര ശ്രമിച്ചൊന്നുമില്ല. ഇതിപ്പോൾ എന്തായാലും പിള്ളേർക്ക് ഇഷ്ടമായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇവരുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു 2 പേര്, അവരോട് ഞാൻ ചോദിച്ചാൽ വേണമെന്ന്. അവർക്ക് പാലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ പിള്ളേർ കുടിച്ചില്ല. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതുങ്ങൾ കഴിച്ചില്ല. ഇതുങ്ങൾ തന്നെ കുടിക്കുകയായിരുന്നു ഫുള്ള്.
അപ്പോൾ ഇത് കണ്ടോ, അവരുടെ ഗ്ലാസ് മുഴുവൻ കാലിയാക്കി തന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മുടെ ബാക്കി പൊടിയുണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് കൊടുക്കാം. നനവൊന്നും പാടില്ല. ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും കേടാവില്ല. അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ തീരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.